ജീവിതത്തിലെ ചിരിക്ക് തനിക്ക് തന്റെ അഭിനയിച്ച ആള് തന്നെ ഇവിടെ വന്നു, ഹനീഫ. അപ്പൊ ഇതൊക്കെ എനിക്ക് ആ സീനിനോട് എനിക്ക് അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അത് കണ്ടപ്പോൾ കുറച്ച് ചിരി വന്നു മാത്രം. അപ്പൊ എങ്ങനെയായിരുന്നു അത് സെലക്ട് ചെയ്യാനുള്ള കാര്യം? താങ്കള് അപ്പം ആ വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മെയിൻ ഇത് എടുത്തത്. പിന്നെ കുറച്ച് ഹാസ്യം ഉണ്ടായിരുന്നു, പറയത്തക്ക വിധ ഹാസ്യം അതിനില്ലായിരുന്നു. എന്നാലും പുള്ളി വന്ന് ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്തപ്പോൾ അതൊരു നല്ല ഇതാണ്. ചെമ്പു ഇങ്ങ വാടാ, ചെമ്പു ഇങ്ങ വാടാ, ചെമ്പു ഇങ്ങ വാടാ, ഞാൻ அங்க வாடா. சிம்பு ஊர்ல இருந்து என்ன தேடி ஒரு ஆளு வந்து ரோட்ல முன்னாடி நிப்புண்டு. உங்க சொந்தக்காரனா? ஏய் சொந்தக்காரனൊന്നുമല്ല. പിന്നെ யார் உங்கள நண்பனா? നമ്പൻ, അവനെ നമ്പിയാണ് ഞാൻ ഇങ്ങനെ ആയത്. ചിമ്പു നീ പോയി അവൻകിட்ட ചൊല്ല്, അവൻ തേടി വന്ന இந்த பாசி നാട് വിട്ട് പോയാച്ചിന്ന്. சொல்றேன். ஆனா எனக்கு 3 வடை வாங்கி கொடுக்கறியா? 2 ഡയലോഗിന് എന്തിനാടാ 3 വട? ഒരു വടை. டேய் திருட்டுണ്ടോ? ഇത്ര പെരിയ പൊഴി ചൊല്ലുறதுக்கே ഒരു വടയാ? ശരി 2 വട ഓക്കേ. പക്ഷേ അടുത്ത ബസ്സിൽ അവനെ കേറ്റി വിടണം. അടുത്ത ബസ്സിലാ? അടുത്ത ബസ്സിൽ ഞാൻ ആക്കി വരേ. டேய் நில்லு, போகாதீங்க இங்க வா. ஏய் நீ இந்த பஸ்ஸில் போக கூடாது, அடுத்த பஸ்ஸில் தான் போணும். அப்பதான் எனக்கு வடை கிடைக்கும். ரெண்டு பஸ் போகுது. கேட்டு விடு. வா போணும். இந்த பஸ் போட்டும். நீங்க அந்த பாசியை தானே தேடுறது? பாசியா? உங்கள பிரண்டா ஒண்ணும் மெனக்கெடுத்து போடும். போய் சொல்ல கூடாது. உன் ஃப்ரெண்ட் பாசி உனக்கு தெரியாதா? ഏത് തെണ്ടിയത്? ഇത് വലിയ കുരിശായല്ലോ ചേട്ടാ. ഞാന് എന്റെ നാട്ടില് പുതുസ് അതങ്ങോട്ട് കളഞ്ഞു. എനിക്ക് ഇവിടെ ആരെയും അറിയില്ല. നാണ് കേരളത്തിൽ നിന്ന് വന്നത്, വെളിനാട്ടിൽ നിന്ന് വന്നത്. നാണ് റോമിംഗ്. എന്നടാ சொன்ன? ஏமாத்த பாக்கிறியாடா திருட்டு மூஞ்சி? 2 വട കിടക്ക് വേണ്ട വിഷയടാ. ഇത് വലിയ കഷ്ടായല്ലോ. എനിക്ക് വടയും പാസി പണ്ടർന്ന് അറിഞ്ഞൂടാ. உங்களுக்கு தெரியாதா? பாரு அங்கே பாரு. பாசி யோ என் வேலை முடியல. நீ இப்ப பார்த்த பாசி இல்ல, அவர் இங்க இல்ல. அவர் இந்த ஊரை விட்டு போயாச்சு. இப்பல கண்டல பாசிய கண்டிட்டு நானு அடுத்த பஸ்ஸுக்கு போறது பார்ஜிட்டு மாறேன். ഇതെന്ത് ഭാഷ? കച്ചറ. തുളസി, ഇന്നെൻ്റെ വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കാലരാത്രിയാണ്. ഞാൻ സ്നേഹിച്ച പെണ്ണിനെ എനിക്ക് വിവാഹം ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ വിവാഹം കഴിച്ച പെണ്ണിനെ എനിക്ക് സ്നേഹിക്കാനും സാധിച്ചില്ല. എല്ലാം വിധി. കരിനിഴൽ എന്ന സിനിമയിൽ KP ഉമറും സത്യമാഷും തമ്മിലുള്ള 2 ലോകമഹായുദ്ധങ്ങൾ നിയന്ത്രിച്ചിട്ടുള്ളവനാണ് ഞാൻ. എൻ്റെ നിർണായകമായ തീരുമാനങ്ങൾ യുദ്ധത്തിൻ്റെ ഗതി വരെ തിരിച്ചുവിട്ടിട്ടുണ്ട്. ഐ എം എ കമാൻഡിങ് ഓഫീസർ. നിനക്ക് പോകാം. ഡാഡി ഇന്നലെ ചോദിച്ചപ്പോൾ ഡാഡി പറഞ്ഞു ചന്ദ്രനെ ഹണ്ടിങ്ങിന് കൊണ്ടുപോയിരിക്കുകയാണെന്ന്. ഇപ്പോൾ ഡാഡി പറയുന്നു ചന്ദ്രനെ അറിയാനേ പാടില്ലെന്ന്. ചന്ദ്രൻ എന്തു സംഭവിച്ചു ഡാഡി പറയൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തന്റെ ഇഷ്ടപ്പെട്ട കലാരൂപമായിരുന്നു വഞ്ചിപ്പാട്ടായിരുന്നു. അതൊരു ഭയങ്കര എന്താ പറയുക, അതായത് സ്ത്രീകൾ ചെയ്യുന്ന വഞ്ചിപ്പാട്ട്. ലീന കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചത് വാണി കൊണ്ടുവരുന്ന വിചാരിച്ചത്, പക്ഷെ തനിക്ക് അവിടുന്നുള്ള ഇതിന്റെ റൂട്ട്സ് എവിടെയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷെ അത് വളരെ നന്നായിരുന്നു ലീന. അപ്പോൾ അത് കൊണ്ടുവരാനായിട്ടുള്ളത് താങ്കളുടെ എങ്ങനെയായിരുന്നു? ഒരു കലാരൂപം വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് സ്ത്രീകൾ ചെയ്യുന്ന എന്നെങ്കിലും കൊണ്ടുവരണമെന്ന്. അത് ഒരു ഗ്രൂപ്പ് സ്ത്രീകൾ വരണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് വഞ്ചിപ്പാട്ടിനെ കുറിച്ച് കിട്ടിയത്. ഇത് മാത്രമല്ല, ഈ കലാരൂപം 15 പേരും വ്യത്യസ്തമായിട്ട് കൊണ്ടുവന്നപ്പോൾ ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ TV വെച്ച പിള്ളേർ ചോദിക്കുന്നത് മമ്മ ഇന്ന് വരുന്ന കലാരൂപം ഏതാണ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഓരോ പുതിയ കാര്യങ്ങൾ കാണാനുള്ള 15 അത് ഈ സെഗ്മെന്റ്സിൽ എൻ്റെ പേഴ്സണൽ എൻറിച്ച്മെന്റിൽ ഒരു കാര്യം അതാണ്. ജഡ്ജസിനെ പറയും എന്തൊരു മനസ്സിന് സുഖാന്ന് കാണും. കാരണം സെറ്റപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടംമാതിരി സമയം എടുക്കും. അയ്യോ നമ്മളിങ്ങനെ ഇരിക്കും, ആദ്യം റിഹേഴ്സല് പിന്നെ ഇത്. പക്ഷേ അതങ്ങനെ കഴിഞ്ഞു വരുമ്പോൾ ഞാൻ പറയുന്നു, രാഗി കൊടുന്ന മറ്റേ ട്രൈബൽ നാടൻ പാട്ട്, അതെ, അത് തൻ്റെ ഈ വഞ്ചിപ്പാട്ട്, നങ്ങിയാർ കൂത്ത് വന്നു, മാർഗി സതി വന്നു. അപ്പൊ ആ ഒരു മനസ്സിന് എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. 15 വ്യത്യസ്തമായ വളരെ നല്ലതായിരുന്നു.
പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് പറയാവുന്ന സെഗ്മെന്റ് ഏതായിരുന്നു? ദൗത്യം ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സെഗ്മെന്റ് ഏതായിരുന്നു? പിന്നെ എൻ്റെ ഷീല നായിക ഷീല കൊച്ചൗസേപ്പ് വളരെ നല്ലതായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതമായിട്ട് ഷീല ചേച്ചിയുടെ ജീവിതം കുറച്ച് എനിക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റുമോ, പിള്ളേരെ നോക്കണം, വീട് നോക്കണം, പിന്നെ കുറച്ച് നാൾ ഹൗസ് വൈഫായിട്ടിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങി തിരിച്ച് അതുപോലെ തന്നെയായിരുന്നു ചേച്ചി. സത്യം ഭയങ്കര നന്നായി. അപ്പോൾ അതൊരു എനിക്കൊരു വളരെ പ്രചോദനമായിരുന്നു. ചേച്ചിയുടെ കാര്യങ്ങൾ വായിക്കുകയും ചേച്ചിയോട് സംസാരിക്കുകയും എല്ലാം ചെയ്തപ്പോൾ ലീനയെ കൊണ്ട് ഇത് പറ്റും, ഇതൊരു ബുദ്ധിമുട്ടല്ല, വീടും കൊണ്ടുപോകാമെന്ന് ചേച്ചി നല്ല ഇതിന് മുമ്പ് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു ബന്ധത്തിലാണ് തുടങ്ങിയത്. സ്റ്റാർ പൊതുവെ വില കൂടിയ അല്ലെങ്കിൽ കോസ്റ്റ്ലി ഐറ്റമാണെന്നാണ് വിപണിയിലുള്ള ഒരു നിലപാട്. അതിനോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? മിക്കവാറും ഡ്രസ്സുകളൊക്കെ വരുന്നത് ബോംബെ, സൂററ്റ് അങ്ങനെയുള്ള മാർക്കറ്റുകളിൽ നിന്നാണ്. അപ്പം അതിൻ്റെ വില കുറവാണ്, അത്രയുള്ള ഗുണമേന്മയും കുറവായിരിക്കും അതിന്. പല ഡ്രസ്സുകളും എനിക്ക് തന്നെ ഇങ്ങനെ അനുഭവമുണ്ട്. ഒരു പ്രാവശ്യം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇത്. പക്ഷേ ഒരു ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇറക്കുമ്പോഴൊരിക്കലും ഇങ്ങനെ ഒരു പ്രാവശ്യം കഴുകി അതോടുകൂടി വലിച്ചെറിയാൻ പറ്റിയൊരു ബ്രാൻഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു ബ്രാൻഡിന് ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെയുള്ള പ്രോഡക്റ്റ്സ്. കാരണം പിന്നെ കോടതിയിൽ നിന്ന് ഇറങ്ങാൻ എനിക്ക് നേരം കിട്ടില്ല, കേസുകളുടെ കൂട്ടായിരിക്കും. അതേസമയം ബോംബെ എന്നൊക്കെ വരുന്നതെന്ന് വെച്ചാൽ അതിന് പേരും ഇല്ല, ഊരില്ല, എവിടെ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല, ആരാ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല, അഡ്രസ്സില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ നമ്മളൊരു പേര് ഇട്ടിട്ട് ഞാനതിൻ്റെ പുറകിലൊരു റെസ്പോൺസിബിൾ പേഴ്സണായിട്ട് ഇരിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് ഇറക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ കുറച്ച് വില കൂടും. നല്ല സാധനം കിട്ടണമെങ്കിൽ കാശ് കൊടുക്കണം, നമ്മുടെ നാട്ടിൽ പറഞ്ഞ മാതിരി. അതെ. ഇത്രയും വലിയ ബിസിനസ് നടത്തുമ്പോൾ ഈ ഇടയ്ക്ക് ട്രേഡ് യൂണിയൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നപ്പോൾ കൊച്ചൗസേപ്പിയേട്ടനായിരുന്നു അതിൻ്റെ ലോഡിങ് അൺലോഡിങ് കാര്യങ്ങളിൽ ഇടപെട്ടതും അത് ഇറക്കാൻ മുൻകൈ എടുത്ത് നിന്നതും. അതിനെക്കുറിച്ച് എന്താണ് ഇപ്പം ലേബേഴ്സിൻ്റെ ഇടയ്ക്ക് പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ ചേച്ചി അതെങ്ങനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു? അത് ശരിക്കും പറഞ്ഞൊരു ലേബർ പ്രോബ്ലം അല്ല, നമ്മുടെ അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ പ്രോബ്ലം ആയിരുന്നില്ല. അത് പുറത്തുള്ള കയറ്റിറക്ക് തൊഴിലാളികളുടെ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ വർഷങ്ങളായിട്ട് നമ്മുടെ വലിയൊരു ഗോഡൗൺ ഉണ്ട്, അവിടെ സാധനങ്ങൾ ഇറക്കുന്നത് നമ്മളുടെ ജോലിക്കാർ തന്നെയാണ്. അപ്പോൾ അവർ നമ്മുടെ പെർമനൻറ്റ് എംപ്ലോയീസാണ്, അവർക്ക് ലേബർ കാർഡ് എടുത്തിട്ടുണ്ട്, അവർക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ ഇവരെ കുറേ പേര് വന്നിട്ട് ഇങ്ങനെ ഇവരെ ഭീഷണിപ്പെടുത്തുക, ഇടിക്കുക, കൊല്ലും എന്നൊക്കെ പറയുക, പേടിപ്പെടുത്തുക. അപ്പോൾ ജോലിക്കാർക്ക് പേടിയല്ലേ. അങ്ങനെ പറഞ്ഞ് ഒരു പ്രാവശ്യം ഇവർ പറഞ്ഞു ഗോഡൗണിൽ നിന്ന് സാധനമൊന്നും ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഗോഡൗൺ അങ്ങ് ബ്ലോക്ക് ചെയ്ത് അതിൻ്റെ മുമ്പിൽ വന്ന് നിന്നു. അപ്പം നമുക്കാണെങ്കിൽ ഓണം സീസണാണ്, അപ്പം ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഡിസ്പാച്ച് ചെയ്യേണ്ട സമയമാണ്. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ മാനേജേഴ്സ് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് ഗോഡൗൺ തുറക്കാൻ പറ്റുന്നില്ല, സാധനം ഇറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ കൊച്ചസാബ് പറഞ്ഞു ശരി നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും വരാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോവുക. അങ്ങനെ ഉണ്ടായത്. അവിടെ ചെന്നപ്പോൾ അവിടെ ഭയങ്കര ഒരു പൂരത്തിൻ്റെ ആളാണ്. ഇവരെല്ലാ സ്ഥലത്തുള്ള യൂണിയൻ ആളുകൾ വന്ന് നിന്നിട്ട് ഭയങ്കര ബഹളമായിരുന്നു. പക്ഷേ ഞങ്ങൾ മീഡിയം എങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് അവിടെ എത്തി. അതുകൊണ്ട് ഇങ്ങനെ ഒത്തിരി പേര് അറിഞ്ഞു എന്ന് മാത്രം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സ്ഥിരം നടക്കുന്ന കാര്യങ്ങളാണ്. ഓരോ വീട് മാറ്റത്തിനും ഈ ഒരു നാടകം ഇറങ്ങാറുണ്ട്, പക്ഷെ ആരും അറിയാറില്ല. അല്ല, ചേട്ടൻ ഇതിന് മുൻകൈ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വല്ല ചേഞ്ചസും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഒരു അവയർനെസ് വന്നിട്ടുണ്ട്. ഈവൻ മന്ത്രിമാരാണെങ്കിൽ പോലും അവർ പല പ്രാവശ്യം അനൗൺസ് ചെയ്തു ഇനി തിരുവനന്തപുരം ജില്ല നോക്കുകൂലി വിമുക്തം, അല്ലെങ്കിൽ എറണാകുളം ജില്ല നോക്കുകൂലി വിമുക്തം. അപ്പം നോക്കുകൂലി എന്നുള്ളത് ഉണ്ടെന്നുള്ളത് സത്യം തന്നെ. പക്ഷേ അതിനൊരു അവയർനെസ് ഉണ്ടായി. എല്ലാവർക്കും കുറച്ച് പേർക്കൊക്കെ ഒരു ധൈര്യം വന്നു എന്ന് എനിക്ക് തോന്നി. ഞങ്ങൾക്ക് ഒരുപാട് ഫോൺ കോൾസ് ആ ഇടയ്ക്ക് കിട്ടാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു വർക്കിംഗ് വിമനിൽ നിന്ന് ഇപ്പോൾ അവർ വളരെ എന്താ പറയുക സക്സസ്ഫുൾ ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. ഇപ്പോൾ അതെങ്കിൽ ഓൺട്രപ്രണർ എന്ന് പറയാം. അതിൽ നിന്നും കിട്ടിയ ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് ഈ ഞാൻ സ്ത്രീയിലെ സെഗ്മെന്റ്സിൽ ഉപയോഗിക്കാൻ നോക്കിയിട്ടുണ്ടോ? അവിടുന്ന് ഒരു കിട്ടിയ ഒരു ഉപദേശങ്ങളും ഒക്കെ? തീർച്ചയായിട്ടും ഒരു സ്ത്രീക്ക് ചെയ്യാൻ കഴിയും, ഒന്നും മാറ്റി വെക്കണ്ട, അത് പുരുഷൻ്റേത് മാത്രമല്ല എന്നും തന്നെ കൊണ്ടും പറ്റും എന്ന് ചേച്ചി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞു. ഓക്കെ. പിന്നെ ഒരു വാദം പ്രതിവാദം അല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്തു, ഈ വക സെഗ്മെന്റ്സിലൊക്കെ ഒരുപാട് പഠിക്കണമായിരുന്നു. അപ്പൊ ഇതിൽ ഏറ്റവും ഏറ്റവും കഷ്ടപ്പെട്ട സെഗ്മെന്റ് ഏതാ? നാദാപുരം MLA. എനിക്ക് നാദാപുരത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ല, ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ലഹളയുള്ള ഒരു സ്ഥലമാണ്. എന്നാലും കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാനും
കുറേ അതിനെക്കുറിച്ച് വായിച്ചു കഴിഞ്ഞാണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ തന്നെ പറ്റിയത്. അപ്പൊ അതിന് ഒരു ഹാപ്പി ആയി. അതെ അതെ. 2001 സഖാവ് വിനോയ് വിശ്വം തുടങ്ങി വെച്ച നാദ പദ്ധതി ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ? നാദം പദ്ധതി അവിടുത്തെ 2 ബ്ലോക്കുകളിലാണ്. അത് നാദാപുരം മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അടുത്ത കുറ്റ്യാടി മണ്ഡലം കൂടി യോജിച്ചുകൊണ്ടാണ് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ എല്ലാ പഞ്ചായത്തുകളുടെയും സഹകരണത്തോടെയാണ് അത് നടപ്പിലാക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനം ഇപ്പോൾ പൂർത്തീകരിച്ചെങ്കിലും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനി ഗവൺമെൻറ്റിൻ്റെ കൂടി സഹായം ലഭിക്കേണ്ടതുണ്ട്. 3500ഓളം കുടുംബങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.